ഈ നാളിന്റെ 1-ാം പാദത്തിലായിരുന്നു ഈ കുട്ടിയുടെ ജനനം നടന്നിരുന്നതെങ്കിൽ 1 വർഷം മുമ്പേ ഈ കുട്ടിയുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. തിരുമേനി, എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം. അതിനെന്താ, വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. മോളിക്കുട്ടി ഒന്ന് മിണ്ടാതിരിക്കെ, വെറുതെ ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അയ്യോ അമ്മേ, മനസ്സ് വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിലേ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞേനെ. നിർത്താനാ പറഞ്ഞേ. ഞാൻ നിർത്തി. അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുക. കേട്ടല്ലോ? ഈ പൂജയൊന്ന് കഴിഞ്ഞോട്ടെ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്താ അമ്മേ, സ്ഥിരം പോകുന്ന ക്ഷേത്രങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ ഇവിടെ പുതിയൊരു സ്ഥലത്ത്? ഒന്ന് മിണ്ടാതിരിക്കും മോനെ. ക്ഷേത്രം ഇരിക്കുന്നതിന്റെ ദൂരം നോക്കിയിട്ടാണോ ദൈവങ്ങളെ വിലയിരുത്തുന്നേ? മോളെ, ഇവിടുത്തെ ദേവൻ ഒരുപാട് ശക്തിയുള്ളതാ. നേരിട്ടല്ലെങ്കിലും ആളുകൾ പറഞ്ഞു കേട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്കെല്ലാം പരീക്ഷണങ്ങളാണല്ലോ. ഇവിടുത്തെ അത്ഭുത കാഴ്ചകളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോ അമ്മ മനസ്സിൽ തീരുമാനിച്ചതാ നിങ്ങളെ രണ്ടുപേരെയും കൂട്ടി ഈ നടക്കിലെത്തണമെന്ന്. അതിനെന്താ അമ്മേ, അമ്മയുടെ ഇഷ്ടത്തിന് ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. കണ്ടോ, ക്ഷേത്രങ്ങളെ കുറിച്ച് അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറയേണ്ട ഏറ്റവും ബെസ്റ്റ് ആള് ഗാഥയാ. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അമ്മ മറന്നുപോയി കഴിഞ്ഞാലും കാര്യങ്ങൾ ഓർത്തു വെച്ച് ഇയാൾ ചെയ്തോളൂ, അല്ലേടോ? അതെ, ക്ഷേത്രത്തിന്റെ കാര്യമായതുകൊണ്ട് കളിയൊക്കൊന്നും പറയണ്ട. അച്ഛനമ്മമാർക്ക് ഒരു കാര്യം ഇഷ്ടാണെങ്കിലേ അത് നമ്മൾ ഓർത്തു വെക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല. എന്നിട്ട് അവര് ചിലപ്പത് മറന്നുപോയാ നമ്മളത് അവരെ ഓർമ്മിപ്പിക്കണം. അതാ വേണ്ടത്. അപ്പൊ അവരുടെ സന്തോഷം എത്രയായിരിക്കും, അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഇതൊക്കെ പറഞ്ഞാലേ അവന്റെ ബിസിനസ് ബുദ്ധിയിലേക്ക് ഇതൊന്നും കേറില്ല. ആഹാ, അപ്പൊ ഞാൻ പുറത്തായി. ഞാൻ കണ്ണീ ചോരില്ലാത്ത ബിസിനസ്സുകാരൻ, ഈ മുറിവിൽ ഉപ്പ് വയ്ക്കാത്തവൻ, കഞ്ചൂസ്. ഇനി എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? അങ്ങനെ എല്ലാ വിശേഷണങ്ങളൊന്നും തേടി പിടിക്കൊന്നും വേണ്ട. അമ്മ പറഞ്ഞതേ നല്ല അർത്ഥത്തിൽ അങ്ങ് എടുത്താ മതി. അപ്പൊ പിന്നെ കുഴപ്പമായിട്ട് തോന്നില്ല. ഞാൻ എപ്പോഴെങ്കിലും അമ്മയടുത്ത് ദേഷ്യപ്പെടുന്നത് താൻ കണ്ടിട്ടുണ്ടോ? ചിലപ്പോ മറ്റുള്ളവർ മുറിവേൽപ്പിക്കുമ്പോ ഒരു വാക്ക് തെറ്റി പറഞ്ഞിട്ടുണ്ടാവും. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് അമ്മയുടെ അടുത്ത് പിണങ്ങാനോ മുഖം തിരിക്കാനോ എനിക്ക് കഴിയില്ല. ഇത് പൊക്കിൾക്കൊടിയുടെ ബന്ധമൊന്നും അല്ലടോ. അതിനേക്കാളും ഒക്കെ ഒരുപാട് ഒരുപാട് മുകളില. മനസ്സും കൂട്ടിക്കെട്ടിയതാ, അല്ലേ അമ്മേ? ആ, കരഞ്ഞല്ലോ. പിന്നല്ലാതെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ കരച്ചിൽ വരില്ലേ? അയ്യോ പാവമ്മ. വാ അമ്മേ, നമുക്ക് നടയിലേക്ക് പോവാം. വാ മാടാ.
ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ പറ്റി. ഇനി നാഗഭയം വേണ്ട. മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന ഇനി എപ്പോഴും വേണം. എപ്പോഴാണോ പ്രാർത്ഥന കൈവിട്ടു പോകുന്നത് അപ്പോൾ പേടി മനസ്സിൽ കടന്നുകൂടുകയും ചെയ്യും. പ്രാർത്ഥനയുടെ കാര്യത്തിൽ മോള് ഒരു മുടക്കവും വരുത്താറില്ല. കുഞ്ഞുനാൾ മുതലേ ഉള്ളൊരു ശീലം അത് അല്ലേ ശാന്തി? കുട്ടി ജനിച്ച സമയം ഏതാ? അത് കൃത്യമായിട്ട് പറഞ്ഞു തരാമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാമായിരുന്നു. ശാന്തി, കൃത്യമായിട്ടുള്ള സമയം ഒന്ന് പറഞ്ഞു കൊടുക്ക. ക്ഷമിക്കണം തിരുമേനി. അത്യാവശ്യമാണെങ്കിൽ എടുത്തോളൂ. ആ, ഹലോ. ആ, പറഞ്ഞോ. ചിങ്ങമാസത്തിലെ അത്തന്നാള് വെളുപ്പിനെയാ ജനിച്ച സമയം 3 മണി. അത്തം നാളിൻ്റെ 4-ാം പാദത്തിലാണ് ഈ കുട്ടിയുടെ ജനനം. അതിൻ്റെ ചില ദോഷങ്ങളാണ് കുട്ടിയെ ബാധിക്കാൻ സാധ്യത. ആ, ശരി, ഓക്കെ. എന്തായി തിരുമേനി? അത്തം നാളിൻ്റെ 4-ാം പാദത്തിൽ ജനിച്ച കുട്ടിക്ക് ജാതകപ്രകാരം കൃത്യം 3 മാസത്തിനകം വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ 5 കൊല്ലം കഴിഞ്ഞേ മംഗല്യോഗം നടക്കൂ. ഓ, അതേസമയം ഈ നാളിൻ്റെ 1-ാം പാദത്തിലായിരുന്നു ഈ കുട്ടിയുടെ ജനനം നടന്നിരുന്നതെങ്കിൽ 1 വർഷം മുമ്പേ ഈ കുട്ടിയുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. തിരുമേനി, എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം. അതിനെന്താ, വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ആ, മോളെ, മോളുടെ വിവാഹക്കാരി ആയതുകൊണ്ട് അതിനെന്തായാലും ഒരു പ്രത്യേക താല്പര്യം കാണിക്കാതിരിക്കാൻ വയ്യല്ലോ. അച്ഛനിപ്പോൾ വരാം. ഇരിക്കാം. ഇയാൾ എന്തറിഞ്ഞിട്ട് ഈ പൂജകളൊക്കെ നടത്തുന്നേ? 3 മാസത്തിനകം വിവാഹം നടന്നില്ലെങ്കിൽ 5 വർഷം കഴിയും പോലും. എന്റെ വിവാഹം കഴിഞ്ഞതല്ലേ? അതിപ്പോ നവീനുമായിട്ട് വിവാഹം നടന്നത് കൃഷ്ണയുടെ അല്ലേ? മിക്കവാറും തിരുമേനി പറഞ്ഞ 1-ാം പാദത്തിൽ ജനിച്ച കുട്ടി കൃഷ്ണയായിരിക്കും. 1 വർഷം മുമ്പേ വിവാഹം കഴിയുമെന്നും പറഞ്ഞു. അത് കൃത്യമായിട്ട് നടന്നല്ലോ.